ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനത്തിന് എരുമപ്പെട്ടിയിൽ തുടക്കമായി. സമ്മേളന നഗരിയായ സ്കൈ ഇന്റർനാഷണൽ സമ്മേളനത്തിന് തുടക്കം കുറിച്ച് ജില്ലാ പ്രസിഡന്റ് RL ശ്രീലാൽ പതാക ഉയർത്തി. ഡിവൈഎഫ്ഐ സംസ്ഥാന ട്രഷറർ SR അരുൺ ബാബു, കേന്ദ്ര കമ്മിറ്റി അംഗം ഗ്രീഷ്മ അജയ് ഘോഷ്, ജില്ലാ സെക്രട്ടറി KS റോസൽ രാജ് എന്നിവർ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് AA റഹീം ഉദ്ഘാടനം ചെയ്തു. കേരളം കണ്ട ഏറ്റവും വലിയ അവസരവാദ രാഷ്ട്രീയത്തിന്റെ ആൾരൂപമാണ് മുഖ്യമന്ത്രി VD സതീശനെന്നും നടപ്പിലാക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ നൽകിയാണ് UDF ഭരണം നേടിയതെന്നും AA റഹീം പറഞ്ഞു. എല്ലാ KSRTC ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര വാഗ്ദാനം നൽകിയിട്ട് ഇപ്പോൾ അത് പ്രായോഗികമല്ലെന്ന് പറഞ്ഞ് സാധാരണ സർവീസുകളിൽ മാത്രമാക്കി ഒതുക്കി. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ PM ശ്രീ പദ്ധതിയെ എതിർത്ത കോൺഗ്രസും ലീഗും അധികാരം ലഭിച്ചപ്പോൾ PM ശ്രീയിൽ നിന്ന് പിന്മാറുന്നത് പ്രായോഗികമല്ലെന്ന് ഇപ്പോൾ അഭിപ്രായപ്പെടുന്നതായും റഹീം പറഞ്ഞു. കേരളം കണ്ട ഏറ്റവും വലിയ അവസരവാദിയുടെ പേരാണ് VD സതീശൻ. PM ശ്രീ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു PM ശ്രീ തുടരും, പിന്നെ ഒരു ഉപസമിതിയും വെച്ചിട്ടുണ്ട് എന്നാണ് വാർത്തകളിലൂടെ അറിയാൻ കഴിഞ്ഞത്. PM ശ്രീയുടെ സ്കൂളുകളുടെ പട്ടിക എന്തോ തയ്യാറാക്കാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമായ വാർത്ത. കേരളത്തിൽ എന്തോരം വാഹനമാണ് തല്ലിപ്പൊട്ടിച്ചത് KSUക്കാർ, MSFകാർ, ലീഗുകാർ, കോൺഗ്രസ്സുകാർ. മുൻ സർക്കാർ ഒപ്പുവെച്ചത് കൊണ്ട് അതിൽ നിന്ന് പിന്നോട്ട് പോവുക സാധ്യമല്ല, പ്രായോഗികമായത് പറ്റില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അപ്പോൾ ലളിതമായൊരു ചോദ്യം, പ്രായോഗികമായി നടക്കുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാതെയാണോ നിങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ അധികാരത്തിൽ വന്നാൽ PM ശ്രീയിൽ നിന്ന് പിന്മാറുമെന്ന് പ്രഖ്യാപിച്ചത്? ജില്ലാ പ്രസിഡന്റ് RL ശ്രീലാൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് V വസീഫ്, വൈസ് പ്രസിഡന്റുമാരായ M വിജിൻ MLA, ശ്യാം പ്രസാദ്, CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റിലപ്പള്ളി, വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം KD ബാഹുലയൻ മാസ്റ്റർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, PN സുരേന്ദ്രൻ, KM അഷ്റഫ്, S ബസന്ത്ലാൽ, KA റിയാസുദ്ദീൻ, ജിഷ്ണു സത്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. സമ്മേളനത്തിൽ 18 ബ്ലോക്ക് കമ്മിറ്റികളിൽ നിന്നായി 400ഓളം പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. സമ്മേളനം വ്യാഴാഴ്ച സമാപിക്കും. TCV എരുമപ്പെട്ടി.